നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വിഷയം കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന് പ്രത്യേകിച്ച് അത് നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. ഇത് മലയാളത്തിലുള്ളതാണ്. അടുത്ത് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയിലും കൂടെ ഉണ്ടായിരിക്കും. ഒന്ന് മാത്രമേ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൂ. എന്താണ്, ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. നെഫ്രോപ്പൾസിനെ കുറിച്ചിട്ടും ചെറുതായിട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൂടെ ഞാൻ പറയുന്നതാണ്. അതല്ലാതെ തന്നെ കിഡ്നി രോഗങ്ങൾ വരുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള പലതരത്തിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറയായിരിക്കും. ഒന്ന് മാത്രം മനസ്സിലാക്കുക, കിഡ്നി പോയതിനു ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാം, രണ്ട് കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലത്. ഇത് രണ്ടും തകരാറ് വന്നാൽ എത്രത്തോളം നമ്മൾ ഇതിനെ കെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാ. 140 150 ആ വയസ്സ് ജീവിച്ച ആൾക്കാരുടെ കിഡ്നി പോലും പെർഫെക്റ്റ് ആകുന്ന അവർക്ക് ആകെ വന്നത് ഹാർട്ട് ഫെയിലർ. അതിന്റെ അർത്ഥം ഈ ചെറുപ്രായത്തിലൊക്കെ കിഡ്നി പോണതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്ത കാരണം കൊണ്ടല്ലേ നമുക്ക് ഈ സകല പ്രശ്നങ്ങൾ ഉണ്ടായത്. നമ്മൾ മെഡിക്കേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിവൃത്തിയില്ല. അവിടെ നമുക്ക് കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ചിന്തിക്കുക, ഇതാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒരു പണം മാത്രം ഞാൻ കാണിച്ചിരിക്കുന്നത്. വേറെ റിയൽ ഇത് കാണിക്കാത്തതിന്റെ കാരണം അത് കാണുമ്പോൾ നല്ല വിഷമവും. കാരണം കിഡ്നിന്ന് പുറപ്പെടുന്ന ആ ബ്ലഡ്, നല്ല ബ്ലഡിനും ചീത്ത ബ്ലഡിനും എടുത്തിട്ട് അതിനെ മെഷീന് വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്യാണ്. കാരണം ഈ പ്യൂരിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? കിഡ്നിന്റെയാണ്. ആ ഡ്യൂട്ടി അവന് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് വിഷയം വരുന്നത്. ഇതിന്റെ മെയിൻ കാരണങ്ങൾ നമ്മൾ എല്ലാവരും പഠിച്ചേ പറ്റൂ. നിങ്ങൾ പ്രത്യേകിച്ച് ഈ വീഡിയോ വീണ്ടും 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 കാണണം. എന്താ കാരണം വെച്ചാൽ എന്നാലേ ഇത് തലയിൽ കയറുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അറിയാണ്ടാണെന്ന് അറിയില്ല. വീണ്ടും കാണണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ താഴത്ത് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഞെക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ചാനലുകളുടെ പേര് മുകളിൽ കാണും. അതിൽ നമ്മുടെ MKR CSM എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ വീഡിയോസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഇതേപോലെ ഞാൻ ഉപകാരമുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സപ്ലിമെന്റ്സ് അന്യ ഒരു രൂപം, രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഭയക്കേണ്ടത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, UTI. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് എന്നാണ് കോമൺ ആയിട്ട് പറയാം. സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാവുക, പക്ഷെ പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട്. എന്താ കാര്യം വെച്ചാൽ അതിന് പല സിംറ്റംസ് ഉണ്ട്. പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാ പോവാച്ചെങ്കിൽ കുറച്ചേ പോവുള്ളൂ. മനസ്സിലായ? കൂടുതൽ മൂത്രമല്ല, കുറച്ചേ പോവുള്ളൂ. അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നാം. അപ്പൊ ഈ ഡയബറ്റീസുകാർക്ക് ഈ കോമൺ പ്രോബ്ലം ഉണ്ട്. അത് ഡയബറ്റീസിന്റെ ഒരു ലക്ഷണം കൂടെയാണ് കേട്ടോ. കാരണം പതുക്കെ നമ്മുടെ കിഡ്നിയും അതേപോലെ ലിവറിൽ കെട്ടിക്കിടക്കുന്ന അതിന്റെ ഫങ്ഷൻസ് വീക്ക് ആവുമ്പോഴും നമുക്ക് ഈ പല രോഗത്തിലേക്ക് അതിനെ നയിക്കും. മൂത്രമൊഴിക്കുന്ന സമയത്ത് എരിച്ചല് പുകച്ചല് ഇല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അധികം വെള്ളം കുടിക്കില്ല, പക്ഷെ അത് കാരണം കൊണ്ട് നമുക്ക് എരിച്ചലും പുകച്ചലും അനുഭവപ്പെടും. പിന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും, നമുക്ക് തന്നെ ഇഷ്ടപ്പെടില്ല ആ സ്മെല്ല്. അപ്പൊ അതെന്താ കാരണം? കാരണം അതിൽ ഇൻഫെക്ഷന്റെ സ്റ്റാർട്ടിങ്ങുകൾ ഉണ്ട്. ചിലവർക്ക് അത് കൂടുതലാവും. പെൽവിക് പെയിന്, പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ്. അത് ഞാൻ തൽക്കാലം അതിലേക്ക് വല്ലാണ്ട് കിടക്കുന്നില്ല, കാരണം നമ്മൾ നോർമൽ ഇതുകൾ നോക്കാം. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്റെ പ്രശ്നം ഈ രണ്ടാമത്തെ വരിയിലെ അറ്റത്തുള്ള പടം നോക്കാം. ആദ്യം ഇത് ബാധിക്കുന്നത് യൂറിനറി ട്രാക്ക്, പിന്നെ അത് ബ്ലാഡർ, മൂത്രം കെട്ടി നിൽക്കുന്ന ആ സഞ്ചിയിലാണ്. പതുക്കെ പതുക്കെ ഇൻഫെക്ഷന് മുകളിലേക്ക് പോയിട്ട് നമ്മുടെ കിഡ്നീനെ അടക്കം ബാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരുപാട് ഇതുകളുണ്ട്. പല ആൾക്കാർക്ക് ഈ മറ്റേ മെഡിക്കൽ എക്വിപ്മെന്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഉള്ള പല വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. വെള്ളം കുടിക്കാത്ത കാരണം കൊണ്ട് വിഷയം ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപ്രകാരം തന്നെ മര്യാദയ്ക്ക് ലിംഗഭാഗങ്ങൾ ശുദ്ധീകരിച്ച് വൃത്തിയാക്കാത്ത കാരണം കൊണ്ടും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പല കാരണങ്ങളുണ്ട്. UTIയിൽ ഏറ്റവും മെയിൻ രണ്ട് തരത്തിലാണ്. ഒന്ന് ബ്ലാഡറിനെ ഇൻഫെക്ട് ചെയ്യുന്നത്, ഒന്ന് കിഡ്നീനെ ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന സാധനമാണ് സാധാരണ ബ്ലാഡറിനെ ഇൻഫെക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വേറൊരു ടൈപ്പ് കിഡ്നീനെ. ഈ കിഡ്നിയിലേക്ക് ബാധിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്.
പിന്നെ എന്താണ്, പിന്നെ പലതരത്തിലുള്ള പൂപ്പല് വളർച്ച ഉണ്ടാവും. പൂപ്പലുകൾ ഇപ്പൊ പ്രത്യേകിച്ച് ലേഡീസിലൊക്കെ ഈ മൂത്രത്തിൽ പഴുപ്പ്, അതേപോലെ വെള്ളപ്പോക്ക്, ഈ വക കാര്യങ്ങളൊക്കെ ഫംഗസ്, ബാക്ടീരിയ, അങ്ങനെയുള്ള പല ഇതകൾ ഉണ്ടാവും. ഈ കോളി ബാക്ടീരിയ ഹെൽത്ത് വളരെ മെയിൻ ആണ്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അവരെ ഗ്രന്ഥികളുടെ ആ ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഈ യൂട്രസിൽ നിന്ന് പുറപ്പെടുന്ന ദ്വാരവും അതേപോലെ മൂത്രത്തിന്റെ ആ പുറപ്പെടുന്ന അതിന്റെ തമ്മിൽ ഡിസ്റ്റൻസും കുറവാണ്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ഇൻഫെക്ഷന്റെ സാധ്യതകൾ കയറുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, ഇത് അല്ലാതെ തന്നെ വേറെ എവിടെയൊക്കെയാണ് പ്രശ്നം. യൂറിക് ആസിഡ് വല്ലാണ്ട് കയറും. യൂറിക് ആസിഡ് വല്ലാണ്ട് കയറുമ്പോൾ അനുഭവിക്കുന്ന ഒരു തരം പ്രശ്നമാണ് റുമിറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഈ കയ്യും കാലൊക്കെ വിരലൊക്കെ വളയ, അല്ലെങ്കിൽ കാലുമൊക്കെ നീര് വരാ, ഇടയ്ക്കിടയ്ക്ക് നീര് വരാ, അതൊക്കെ ഇതിന്റെ സിംറ്റം ആണ്. നോക്കിയാൽ നമ്മൾ കുറെ നേരം മൂത്രം പിടിച്ച് വെച്ച് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലുമൊക്കെ നീര് പ്രത്യക്ഷപ്പെടും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കാലില് മൂവ്മെന്റ് ഇല്ലാത്ത കാരണമുണ്ട്, നമ്മൾ മണിക്കൂർ കണക്കിന് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ. അതർവൈസ് ഇങ്ങനത്തെ ഒരു ഇത് കൂടെ ഉണ്ട്. അപ്പൊ അത് ബ്ലഡ്, അങ്ങനെയുള്ള മൂത്രം, എല്ലാ തരത്തിലുള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് പതുക്കെ കിഡ്നി സ്റ്റോണിലേക്കും നയിക്കും. ഏത് യൂറിക് ആസിഡ് നമ്മൾ സമയത്തിന് കണ്ടെത്തി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, പല ആൾക്കാർക്ക് അറിയില്ല യൂറിക് ആസിഡ് പലരും സിമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്. അത് അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതുകൊണ്ട് പറ്റില്ലെങ്കിൽ യു മസ്റ്റ് ഗോ ടു ദ മെഡിക്കൽ പ്രൊഫഷണൽ. നിങ്ങൾ അതിന്റെ ഇത് ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റൂ. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് തന്നെ വേണം, വേറെ നിവൃത്തിയില്ല. പിന്നെ പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് നാൾ ഉപയോഗിച്ച് അത് കഴിച്ചു, ഇതുകൊണ്ട് ഭേദമുണ്ട്, ഈ വെറുതെ ആവശ്യമില്ലാണ്ട് ഗുളിക, അങ്ങനെ വിചാരിക്കരുത്. ഒരു ഡോക്ടർ ഇത്ര നാളത്തേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര നാളത്തേക്ക് ഉപയോഗിക്കണം. പക്ഷെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കയ്യിലാണ്. ഇത് വരാതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഇവിടെ നോക്കാം, യൂറിക് ആസിഡിന് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുക. യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് വന്നിട്ട് ഈ എല്ലിന്റെ ജോയിന്റിന്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. അതിനാണ് പറയുക ഗൗട്ടിന്റെ അസുഖം. ഗൗട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഗൗട്ട് എന്താണ്? ഒരു തരം ആർത്തറൈറ്റിസ് തന്നെ, പക്ഷെ ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ്. അത് ഈ ഡെപ്പോസിഷൻ കാരണം കൊണ്ട് ഈ ജോയിന്റുകൾ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ ജോയിന്റുകളുടെ ഒരു, ഇപ്പൊ സൈക്കിളിന്റെ ചെയിൻ ആണെന്ന് തന്നെ വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചങ്ങല, മോട്ടറിന്റെ ചങ്ങല, അതിന്റെ ഉള്ളിൽ മണലിന്റെ തരികൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചങ്ങല മൂവ്മെന്റ് കിട്ടാൻ കുറച്ച് പണിയാണ്. എന്താ കാരണം വെച്ചാൽ അത് ഇടയിൽ വന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം കാലിൽ നീരൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. മുട്ടുവേദന ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി ഓർത്തോനെ പോയി കാണുന്നേക്കാളും മുൻപ് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടോന്ന് നിങ്ങൾ നോക്കണം. ഇനി യൂറിക് ആസിഡ് ചിലപ്പോൾ ടെസ്റ്റിൽ കാണണമെന്നില്ല. പക്ഷെ ടെസ്റ്റിൽ കാണാണ്ടാവുമ്പോഴും പലർക്കും നെഫ്രോഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ 15-20 ദിവസം, ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ടുകൾ വന്നു. അതിന്റെ അർത്ഥം അവര് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു. അടുത്തത് നോക്കാം, ബി പി കൂടുതലാണ്. ബി പി കൂടുതലിന് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, കഴിക്കണം. പക്ഷെ പ്രശ്നം എവിടെയാണ്? ബി പിന്റെ കൺട്രോളിങ്, അതിന്റെ ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന്റെ ബ്ലഡിന്റെ ഇതുകൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ കിഡ്നി തന്നെയാണ്. അതിന്റെ അർത്ഥം കിഡ്നീനെ ശുദ്ധീകരിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. പലതരത്തിലുള്ള ആഹാര രീതികൾ പലതും നമുക്ക് യൂട്യൂബിലൊക്കെ കാണും. ആഹാര രീതികൾ പ്രശ്നമില്ല കേട്ടാ. അപ്പൊ ചിലവര് വിചാരിക്കും ഇന്ന ആഹാരം കഴിച്ചാൽ, അങ്ങനെ കുറെ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ ഒന്ന് മനസ്സിലാക്കാം, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വാഴേന്റെ പിണ്ടി, അതിന്റെ ഒക്കെ കറികൾ വെച്ച് കഴിക്കുക, അതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള കുറെ ഇതുകളുണ്ട്. ഫ്രൂട്ടിന്റെ ജ്യൂസുകൾ കൂടുതൽ നമ്മൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുള്ളങ്കി, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക. മുള്ളങ്കി മറ്റേ വൈറ്റ് കളറിന്റെ ക്യാരറ്റിന്റെ പോലെ കാണുന്നത് കേട്ടോ. മലയാള ഉച്ചാരണം തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ അതേപ്രകാരം തന്നെ ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം നോക്കാം. പിന്നെ കിഡ്നീനെ ബാധിക്കുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. എൻ്റെ അമ്മേ, ക്രിയാറ്റിൻ കൂടുമ്പോൾ പല ആൾക്കാർ വളരെ ലൂസായിട്ടാണ് എടുക്കുന്നത്. അത് 0.8 അങ്ങനെ മുതൽ 1.4 വരെ ആകാമെന്നാണ് നോർമൽ. പക്ഷെ അതിന്റെ സകല അപ്പുറത്ത് പോവാന്ന് പറഞ്ഞാൽ അത് 2ലേക്ക് പോകുമ്പോ തന്നെ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കണം, 1-ന്ന് 2ലേക്ക് പോണതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം 50% ഫംഗ്ഷനിൽ കുറവ് വന്നു എന്നല്ലേ.
അതിലും കൂടുതൽ 3, 4 കാണിക്കണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അത്രയും സിവിയർ ഡാമേജിലല്ലേ അത്. അപ്പൊ നമുക്ക് ആ സമയത്ത് തന്നെ അതിൻ്റെതായ ചികിത്സകൾ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെഡിക്കേഷൻസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണം. പക്ഷെ നമ്മൾ അതിന് ആ സമയത്ത് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. ഇനി ക്രിയാറ്റിൻ ഏറ്റവും കൂടുതൽ കൂടാനുള്ള കാരണം എന്താ? മാംസാഹാരത്തിന്റെ അമിതമായ സേവനം. പല ആൾക്കാർക്ക് ഹെവി മീറ്റ് തന്നെ വേണം, ബീഫ് അല്ലാണ്ട് പറ്റില്ല, അല്ല അങ്ങനെ ആട്ടിറച്ചി അല്ലാണ്ട് പറ്റില്ല, അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചിലവർക്ക് ഉണ്ടാവുന്നത് ഡീഹൈഡ്രേഷൻ. ഇപ്പൊ പലരും ചെയ്യുന്ന ചില ഉപവാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉപവസിക്കുന്നത് നല്ലതാണ്, നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന അത്രയ്ക്ക് മാത്രം. വാശി പിടിച്ചിട്ടുള്ള ഉപവാസം വേണ്ട. നമുക്ക് അത് രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് സകലം ഡേഞ്ചറസ് തന്നെയാണ്. ഡീഹൈഡ്രേഷൻ കാരണം കൊണ്ട് നമ്മുടെ കിഡ്നിക്ക് തകരാറ് വരും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ശുദ്ധീകരണം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അമിതമായിട്ട് ചെയ്യണമെങ്കിൽ പല ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിലോ അങ്ങനെ എക്സ്പേർട്സിന്റെ സാന്നിധ്യത്തിലോ മാത്രമേ ചെയ്യൂ. പിന്നെ ക്രിയാറ്റിൻ കൂടുന്ന സപ്ലിമെന്റുകൾ അത് ആരാ ഉപയോഗിക്കുന്നത് കൂടെ? ഈ ജിമ്മിന് പോണ ആൾക്കാരൊക്കെ അത് ഉപയോഗിക്കും. അപ്പൊ തൽക്കാലം ഞാൻ ആ ടോപ്പിക്ക് വല്ലാണ്ട് കവർ ചെയ്യാം. നോർമൽ ഡ്രഗ് ടോക്സിസിറ്റി, അമിതമായ മരുന്നുകളുടെ ഉപയോഗം. ഇപ്പൊ പല ആൾക്കാർ പല രോഗത്തിന് ഡെയിലി മരുന്ന് കഴിക്കുകയാണ്, ആഹാരത്തിനേക്കാളും കൂടുതൽ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പൊ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കിഡ്നിയിലത്തെ സെല്ലുകളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഒരു വിഷയമാണ്. ഇന്റൻസ് എക്സസൈസ് ദയവ് ചെയ്ത് മറിച്ച് എക്സസൈസ് ചെയ്യരുത്. ബോഡി ബിൽഡർമാരുടെ കാറ്റഗറി അല്ല ഇവിടെ പെടുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം ഡെയിലി ഒരു 50 കിലോമീറ്റർ കണ്ടാണ് ആള് സൈക്ലിങ് ചെയ്യുക, വളരെ ഫാസ്റ്റ് ആയിട്ട്. ഇത്ര മണിക്കൂർ കൊണ്ടാണ് ആള് കവർ ഡെയിലി. ചെറുപ്രായത്തിൽ ഒരു അസുഖമില്ല, എന്ന് വെച്ചിട്ടാണ് പോവുക ചെയ്തത്. കാരണം കിഡ്നിയിൽ ചില ഇതുകളുണ്ടായി, അതിലത്തെ ചില എൻസൈംസ് പ്രൊഡ്യൂസ് ആയി, അത് ഹാർട്ടിലേക്ക് പോയി, ഹാർട്ട് അറ്റാക്ക് വന്നു, അവിടെ തീർന്നു. നമുക്ക് സിവിയർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് മാത്രമുള്ള എക്സ്പേർട്ടുകളുടെ അടുത്ത് മാത്രമേ ചെയ്യൂ. ഒറ്റയ്ക്ക് നമ്മൾ അങ്ങനെ വല്ലാണ്ട് സിവിയർ എക്സസൈസിലേക്ക് പോരുന്നു. പിന്നെ കിഡ്നിയിലേക്ക് രക്തത്തിന്റെ പ്രവാഹ കുറവ് വരുന്ന സമയത്ത് അത് പല ആൾക്കാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പല ആൾക്കാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ തൃശ്ശൂരുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അദ്ദേഹം ഒരു 48 വയസ്സുള്ള സമയത്താണ് ആള് മനസ്സിലായത് ആളുടെ ഒരു കിഡ്നി പോയി. പക്ഷെ ബാക്കി അടുത്ത കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുവരെ കുഴപ്പമുണ്ടാകുന്നില്ല. അതും ഏതോ ടെസ്റ്റിന് പോയപ്പോൾ അറിഞ്ഞതാണ്. അപ്പൊ ചില മെഡിസിൻസ് ഒക്കെ സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്രിയാറ്റിൻ കൂട്ടാൻ. ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കുറവ് ഉണ്ടാവുന്ന ആൾക്കാർക്കും പ്രശ്നം തന്നെയാണ്, അതും കിഡ്നിക്ക് പ്രശ്നമാണ്. ക്രിയാറ്റിൻ കുറയുന്നത് എപ്പോഴാ വെച്ചാൽ പ്രോട്ടീൻ ഒട്ടും കഴിക്കില്ല ചിലർ, അങ്ങനത്തെവർക്കൊക്കെ ഇത് പ്രശ്നം. അപ്പൊ അവര് ക്രിയാറ്റിൻ ലോ പോണ ആൾക്കാർക്ക് പ്രോട്ടീൻ കഴിക്കണം. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിയാറ്റിൻ ഹൈ അല്ലെങ്കിൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ഡോക്ടർമാർ എന്താണ് പറയാ, പയറ് വർഗ്ഗങ്ങള്, പാല്, മുട്ട അങ്ങനെയുള്ള പ്രോട്ടീൻ ഐറ്റംസ് ഒന്ന് പ്രത്യേകിച്ച് അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. എന്താ കാരണം? പ്രോട്ടീന്റെ പ്രോസസ്സിങ്ങിന്റെ ആ കിഡ്നിയിൽ ഫെയിലിയർ വന്നാൽ പ്രോസസ്സിങ്ങേ പറ്റില്ല. ആ സമയത്ത് കഴിച്ചിട്ട് ഇത് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ അത് അവോയ്ഡ് ചെയ്യും. പിന്നെ പ്രഗ്നൻസി സമയത്തൊക്കെ ഫ്ലക്ച്വേഷൻസ്, ലിവറിൽ അസുഖം വന്നാലും ക്രിയാറ്റിന്റെ ലെവലിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നല്ല 2 പ്രൊഡക്റ്റ് ആണ്. ഒന്ന് നെഫ്രോ പൾസ് ഉണ്ട്, അതേപോലെ കുർക്കുമ എലിക്സർ ആസ് യൂഷ്വൽ നമ്മുടെ ലിവറിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കുർക്കുമ എലിക്സർ ചെയ്യുന്നത്? ഈവൻ ലിവറിന്റെ ഫംഗ്ഷനെ നോർമൽ ആക്കാന്ന് മാത്രമുള്ളൂ ഇതിന്റെ ഡ്യൂട്ടി. പ്രകൃതി നിയമപ്രകാരം ശരീര ശുദ്ധീകരണം അത്രയ്ക്കേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ലിവർ ഓട്ടോമാറ്റിക് സ്ട്രോങ് ആവാണ്. ഈ ലിവർ തന്നെയാണ് ബോഡിയിലെ എല്ലാ ഓർഗൻസിന്റെ ഫങ്ഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റിസർച്ച് ഇഷ്ടം പോലെ കിട്ടും. ഇനി മഞ്ഞളിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഒരു സൈറ്റ് ഉണ്ട്, പബ്മെഡ് എന്ന് പറഞ്ഞ PUBMED, പബ്മെഡ്. അതിൽ മെഡിക്കൽ റിസർച്ചുകളുടെ കംപ്ലീറ്റ്. അപ്പൊ മഞ്ഞളിന്റെ കുറെ ഇത് ഇവിടെ മനസ്സിലാക്കാം. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ, ഇനി മഞ്ഞൾ കഴിച്ചാൽ ഇനി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. നോർമൽ മഞ്ഞൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ 100% ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്താ കാരണം വെച്ചാൽ അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ആ ഹെവി മെറ്റൽസ് കളഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിലെന്താ ഉള്ള അതിന്റെ ഗുണങ്ങൾ മാത്രമാണ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് സേഫ് പറയാൻ കാരണം. ഇനി അഥവാ നിങ്ങളുടെ ഡോക്ടർ പറയണ കഴിക്കണമെന്ന്
പറഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം, അദ്ദേഹം പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്, കാരണം അദ്ദേഹം ആ മേഖലയിലെ കറക്റ്റുള്ള വ്യക്തിയാണ്. അതർവൈസ് യു ക്യാൻ യൂസ് നെഫ്രോപൾസ്. എന്താ വെച്ചാൽ നെഫ്രോപൾസ് ശരിക്കും കിഡ്നീന്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാനാ. ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെറുതെ ഒന്നും നമുക്ക് നോക്കിയാലോ. നോക്കിയേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദിയിൽ എന്താ പറയാ, മൂലി, മലയാളത്തിൽ മുളങ്കി അല്ലെ. ഇത് എന്താണ്, കോക്കനട്ട് വാട്ടർ ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ. സത്യം പറഞ്ഞാൽ കരിക്കും വെള്ളം ഒക്കെ കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. ചിലർ എന്താ ചെയ്യാ, നാളികേരത്തിന്റെ ചിരട്ട അത് നന്നായിട്ട് തിളപ്പിക്കും. ശരിക്കും ചിരട്ടകള് 2 മണിക്കൂർ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക ചവർപ്പുള്ള ഒരു സാധനമുണ്ട്. 2 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അതിലും കൂടുതൽ അത് യൂസ് ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് പലർക്കും നല്ലൊരു ഇത് കിട്ടും. ഇതൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ യു മസ്റ്റ് നെവർ ഡു ഓൾ ദീസ് തിങ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ അത് ഫ്രീ റാഡിക്കൽസിനെ കളയാന്, ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതേപോലെ കരിക്കും വെള്ളം, പിന്നെ മുളങ്കീന്റെ കാര്യങ്ങളാണ്. മുളങ്കിക്ക് പ്രത്യേകിച്ച് വേറെ കുറെ ഗുണങ്ങൾ കൂടെ ഉണ്ട്. പച്ചമുളങ്കി നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിക്കാറുണ്ട്. എന്താ എന്താ വെച്ചാൽ അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, ശോധന കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് ആ ഫീലിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ഉപകാരപ്പെടും. അതല്ലാതെ തന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ മുളങ്കി നല്ലതാണ്. നോക്കിയേ, എന്തോരം ട്രീറ്റ്സ് കിഡ്നി ഇൻഫെക്ഷൻ അത്യുത്തമം. അപ്പൊ മുളങ്കീന്റെ ഒരു ജ്യൂസ് പോലെ അടിച്ചിട്ട് അത്തിരാവിലെ നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മൂലിസാർ. മൂലിസാറിന് കാണുമ്പോൾ ഇത് ശരിക്കും മുതിരയല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പ് ഒരു ഇതാണ്. മൂലിസാർ എന്നാണ് പറയാ. അപ്പൊ അത് പിപ്പർ ചെബീബ ചുബീബ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇൻഫെക്ഷൻസ് ഒക്കെ അതിനെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ സാധാരണ രൂപത്തിൽ പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മൂലിസാർ അതിൽ യൂസ് ചെയ്യാം. പിന്നെ സേന്ധാ നമക്ക് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ സോൾട്ട്. അപ്പൊ എന്താണ് ഈ നമുക്ക് ഇതേ പ്രകാരം തന്നെ കിഡ്നി ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ദഹന സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, സൈനസ്, മറ്റേ സൈനസ് ഇതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതും അപകടമാണ്. എന്താ കാര്യം വെച്ചാൽ ഇത് മാത്രമായിട്ട് നമ്മൾ അമിതമായ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്താൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് ഇത് ഇന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് തഴുതാമ, ഇത് പ്രത്യേകിച്ച് കേരളത്തിലത്തെ മലയാളിയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പൊ അത് നമുക്കുണ്ട്. അതല്ലാതെ തന്നെ പുനർനവ എന്ന് പറയുന്ന ഒരു സസ്യം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. തഴുതാമയ്ക്ക് വേറെ കുറെ ഗുണമുണ്ട്. ഷുഗറിനൊക്കെ അത്യുത്തമാണ് തഴുതാമ. ഷുഗറിന്റെ ഡയബറ്റിക് കെയറിൽ പോലും ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തഴുതാമ നേരിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഒന്ന് കഴുകി നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി ചീര പോലെ വെച്ചിട്ട് പേരിനൊന്ന് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചീരേനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഷുഗറിനൊക്കെ അത്ഭുത സാധനമാണ്. കാരണം കുറെ ആൾക്കാർക്ക് ഷുഗർ മാറാൻ ഇതിന്റെ ചീര വെക്കാൻ പറഞ്ഞ 1-1.5 മാസം കൊണ്ട് തന്നെ ഷുഗറിൽ അത്ഭുത മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ പലപ്പോഴും ഇത് ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്. മൂത്രത്തിന്റെ കളറ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം വെച്ചാൽ മൂത്രം ഇളം മഞ്ഞ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റ് കളറിൽ പോവുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ വെള്ളം ജാസ്തിയാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരം ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇനി അത് കുറച്ച് ബ്രൗൺ ഷെയ്ഡിൽ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരാണെങ്കിൽ മനസ്സിലാക്കാം അതിൽ 100% യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കാണുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, യൂറിനറി ട്രാക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ചില ആഹാരം കഴിച്ചതിന്റെ ഡയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ചില രാജ്യങ്ങൾ കിട്ടുന്ന ഒരു മിഠായി, ഞാൻ ഒരു രാജ്യത്ത് പോയപ്പോ ഒരു മിഠായി ഞാൻ കഴിച്ചതാ. പിറ്റേ ദിവസം പോയെന്ന് നോക്കിയപ്പോ മൂത്രവും പച്ച, മലവും പച്ച കളർ, ചാണകത്തിന്റെ കളർ. പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. പക്ഷെ അത് ആ മിഠായിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇതേ പ്രകാരം തന്നെ ചൊമ്പൊക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം അത് ഏതെങ്കിലും ആഹാരം കഴിച്ച കാരണം കൊണ്ടാണോ എന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാം. പ്രത്യേകിച്ച് ബീറ്റ്റൂട്ട് വല്ലാണ്ട് അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ റെഡ്നെസ് ഒക്കെ കാണും. പിന്നെ ബ്രൗൺ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യണം. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്, പെയിൽ ഓർ ട്രാൻസ്പെറന്റ്. അപ്പൊ ലൈറ്റ് യെല്ലോ, വല്ലാണ്ട് വെള്ളയല്ല, എന്നാ യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ യെല്ലോ അല്ല, അതാണ് നോർമൽ കളർ.
ഇവിടെ പല ആൾക്കാരും ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇത്ര ലിറ്റർ കൊടുക്കണം, അത്ര ലിറ്റർ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, മഴക്കാലത്ത് നമുക്ക് വെള്ളം കുറച്ച് മതി, നല്ല തണുപ്പുള്ള ഏരിയയിൽ വെള്ളം ഒന്നുകൂടെ കുറവ് മതി, നല്ല ഉഷ്ണമുള്ള സമയത്ത് നമുക്ക് വെള്ളം കൂടുതൽ വേണം. അപ്പൊ നമുക്ക് എത്ര വെള്ളം വേണമെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? വളരെ സിമ്പിളാണ്. മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ മൂത്രത്തിന്റെ കളറ് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അവൻ ആവണ്ടും ലൈറ്റ് യെല്ലോ ഷെയ്ഡിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം എന്ന് ഒന്നും മനസ്സിലിരുന്നാൽ മതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുലർച്ചെ എനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷെയ്ഡൊക്കെ മാറ്റണ്ടാവും, അത് വിഷയമില്ല, ആദ്യത്തെ മൂത്രം. പക്ഷെ അതർവൈസ് ഇറ്റ് ഷുഡ് ബി പെയിൽ. ഇത് അങ്ങനെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന വേറൊരു നല്ലൊരു സാധനം ഉണ്ട്. എന്താണ് ഇതിനെ പറയാ? ഗോർക്കു അല്ലെ? അതിനെ കിഴാർ നെല്ലി എന്ന് പറയും. അപ്പൊ എന്താണ് ഇത്? പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ എന്താ പറയാ, പ്രോസ്ട്രേറ്റ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കിഴാർ നെല്ലി നന്നായിട്ട് തിളപ്പിച്ച് കുടിക്കാൻ. ലിവറിന്റെ ബുദ്ധിമുട്ട് വരുന്നവർക്ക് ഞാൻ കിഴാർ നെല്ലി തിളപ്പിച്ച് കുടിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കിഡ്നി സ്റ്റോൺ കളയാൻ വേണ്ടിയിട്ടും ഇവനെ യൂസ് ചെയ്യാറുണ്ട്. വരുൺ എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. അപ്പൊ ആ വരുൺ എന്ന് പറയുന്ന സസ്യത്തിന്റെ ഒരു പടം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഇതേപോലെ തന്നെ കിഡ്നിക്ക് വേണ്ടിയിട്ട് നല്ലത് കുൽത്തി ദാൽ. അപ്പൊ എന്താണ് അതിന്? മുതിര അല്ലേ? നമ്മുടെ നേരത്തെ കണ്ടത് വേറെ ആയിരുന്നു, ഇത് മുതിരയാണ്. മുതിര യഥാർത്ഥത്തിൽ കിഡ്നിക്ക് അത്ഭുതമാണ് കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, കിഡ്നി സ്റ്റോൺ കളയാൻ സഹായിക്കുന്ന മുതിരയാണ്. അപ്പൊ ഒന്ന് നമ്മൾ എത്ര സിമ്പിൾ ആയിട്ട് എടുക്കാല്ലേ, ഇത്ര ഇത് പ്രത്യേകിച്ച് ചില ആൾക്കാർ ഇതൊക്കെ വളരെ ചെറിയ പ്രൊഡക്റ്റാണ്, ചീപ്പാണ്, ദാരിദ്ര്യരുടെ ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മുതിര അത്ഭുതമാണ് കേട്ടോ. മുതിര ഈവൻ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സൂപ്പറാണ്, കൊളസ്ട്രോളിനെ പോലും നിയന്ത്രിക്കാൻ സൂപ്പറാണ്. സ്കിൻ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റുകളിൽ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ മാഷെ? അപ്പൊ അങ്ങനെ ഒന്ന് നോക്കാം. പിന്നെ പാഷാണ ഭേദം എന്ന് പറഞ്ഞാൽ കല്ലിനെ ഒരുക്കനെ വേറെ ഒരു ഇതാണ്. എന്തോട്ടന്ന് കല്ലൂർ വഞ്ചി അങ്ങനെയുള്ള പറയുന്ന ഒരു മലയാള പേരാണ് ഇത്. ശരിക്കും ഇങ്ങനെ ഒരു സസ്യമുണ്ട്. ഇത് കല്ലിനെ കളയന. അപ്പൊ എല്ലാ നാട്ടിലും കല്ലിനോട് ബന്ധപ്പെട്ട ഒരു പേര് തന്നെയാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. അപ്പൊ മൂത്രം വഴിക്ക് കല്ല് കളയാനൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇതാണ് പലതരത്തിലുള്ള കല്ല്. 80% ആൾക്കാർക്ക് എന്താണ് കാൽഷ്യം ഡെപ്പോസിറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്താ എന്താ അതിന്റെ കാരണം? ഇത് ചിലര് ഹൈ ആയിട്ടുള്ള ഇതുകള് കഴിക്കും, ഹൈ ഓക്സിലേറ്റിലൊക്കെ ഹൈ ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിച്ചു വാരി കുറെ ഓറഞ്ച് മാത്രം കഴിക്കണം. ഇങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളുടെ ബോഡിയിൽ കിഡ്നീന്റെ പ്രോസസ്സിങ്, കാൽഷ്യത്തിന്റെ പ്രോസസ്സിങ് നടക്കില്ല. കാൽഷ്യത്തിന്റെ പ്രോസസ്സിങ് നടക്കാത്തതിന്റെ മെയിൻ കാരണം വൈറ്റമിൻ ഡി ഇല്ലായ്മയാണ്. വൈറ്റമിൻ ഡി ഫ്രീ ആയിട്ട് കിട്ടുന്ന, വൈറ്റമിൻ ഡി വെയിലത്തിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന, വെയിലത്ത് നമ്മൾ ആരും പോവാറുമില്ല. അപ്പൊ ആ വൈറ്റമിൻ ഡി ഇല്ലാതെ കാൽഷ്യത്തിന്റെ ഫിക്സേഷൻ നടക്കൂല, അതിനെ പുറത്തേക്ക് കളയാൻ സഹായിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പലപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ അതേപോലെ സൺസ്ക്രീൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാവണം, ആ സൂര്യന്റെ രശ്മി നമുക്ക് കിട്ടില്ല. ഒരു 20 മിനിറ്റെങ്കിലും അതിരാവിലെ നടുംപുറത്ത് വെയിൽ കൊണ്ടാൽ മതി, മുഖത്തില്ല. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടാവണ്, നമ്മുടെ ബോഡിക്കുള്ള ആവശ്യമുള്ള വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, കാൽഷ്യത്തിന്റെ പ്രോസസ്സ് നടക്കും, കിഡ്നി സ്റ്റോൺ ഉണ്ടാവേണ്ട ചാൻസ് കുറയും. അപ്പൊ അതൊന്നും നോക്കാം. പിന്നെ ഉള്ള എന്താണ് മഗ്നീഷ്യ, മുനീഷ്യ, അങ്ങനെ പല ടൈപ്പ് സ്റ്റോൺ ഫോർമേഷനുകൾ ഉണ്ട്. ഇവിടെ പലത് കാണിച്ചാലും പലതിന്റെ റീസൺസ് ഉണ്ട്. അപ്പൊ ഒന്നും മാത്രം മനസ്സിലാക്കുക, ഇപ്പൊ ഗൗട്ട് രോഗങ്ങൾ അവർക്കൊക്കെ എന്താണ്, അവർക്ക് ലൂസ് മോഷൻസ് ആൻഡ് ഗൗട്ട് രോഗങ്ങൾക്ക് 9% ഒരു സ്റ്റോൺ ഉണ്ടാവും. ഇതേ തന്നെ വേറെ ഒരു തരം സ്റ്റോൺ ഉണ്ടാവും. അപ്പൊ പലതരത്തിലുള്ള സ്റ്റോണുണ്ട്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. നോക്കിയ ഇത് ഞാൻ എൻ്റെ വീടിന്റെ അയലോകത്ത് ഞാൻ ഈ സസ്യം കണ്ടിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. അവര് പോയപ്പോ അവര് പറഞ്ഞു, തമിഴന്മാരായിരുന്നു, അവര് വീട്ടിൽ ഇതുണ്ടായിരുന്നു. ഇതിനെ എന്താണ് പറയാ, ഘാട്ടി ഘാട്ടി എന്ന് പറയും. അപ്പൊ ഘാട്ടി എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഉണ്ടാവണ ഒരു സാധനം, അങ്ങനെയുള്ള ഒരു പേരാണ്. അപ്പൊ മക്കോയ് എന്നും ഇതിനെ പറയാറുണ്ട്. മലയാളത്തില് മണിതക്കാളി എന്നും പറയാറുണ്ട്. മണിതക്കാളി മാജിക് ആണ് കേട്ടോ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ
പീരിയഡ്സ് വരുന്ന വേദനയ്ക്ക് പോലും, പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്ത് വേദനയ്ക്ക് പോലും ഇവൻ അത്ഭുതമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഇത് കിഡ്നി അങ്ങനെയുള്ള പ്യൂരിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുഷ് എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്, അതിൽ നിന്ന് നമുക്ക് ചില എക്സ്ട്രാക്റ്റുകൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ഇത് വേദന സംഹാരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു വ്യക്തിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ആളുടെ കിഡ്നിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കല്ല്. ഇഷ്ടംപോലെ കല്ലുണ്ട്. അപ്പൊ അത് നോക്കിയേ. അപ്പൊ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെർബൽ ഡ്രിങ്ക് ഒക്കെ കുടിക്കുക, അത്രയ്ക്കേ ഉള്ളൂ. ഡെയിലി ഒരെണ്ണം ആക്കണം എന്നില്ല, ഓരോ ദിവസം വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഹെർബൽ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുക. ഒന്ന് മാത്രം മനസ്സിലാക്കുക, ആവണ്ടും പഞ്ചസാര ഉപ്പ് അതിൽ ദയവ് ചെയ്ത് ഇടരുത്. കാരണം ഉപ്പ് കിഡ്നിക്ക് ശത്രുവാണ് കേട്ടോ. ഉപ്പ് കിഡ്നിക്ക് വില്ലനാണ്. ഈ BP പിടിച്ച ആൾക്കാർക്ക് ഉപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം കിഡ്നീനെയാണ് അത് അവൻ ബാധിക്കുന്നത്, ആ പ്യൂരിഫിക്കേഷൻ ആണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഉപ്പ് ആവുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറ്റില്ല, നിങ്ങൾക്ക് ഫേവറേറ്റ് ആണെങ്കിൽ നമ്മൾ അതിനുള്ള വേറെ പരിഹാരങ്ങൾ ചെയ്യണം. അത് ശരീരത്തിൽ നിന്ന് പോകാനുള്ള പരിഹാരങ്ങൾ കൂടെ നമ്മൾ ചെയ്യണം. അപ്പൊ അതില് മുരിങ്ങ അങ്ങനെയുള്ളതുണ്ട്, പിന്നെ ഉലുവ അത് തിളപ്പിക്കാം, തുളസീന്റെ ഇതുകൾ നമുക്ക് ഗുണകരമാണ്, പ്ലാവിന്റെ ഇല നമുക്ക് ഇതേപോലെ ഗുണങ്ങൾ, പേരയ്ക്കേന്റെ ഇല ഇതൊക്കെ ഗുണകരമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് കഴിച്ചാൽ ബുദ്ധിമുട്ടാവുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കറികളിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ചീര കാര്യങ്ങളൊക്കെ വെച്ചാൽ അത് പച്ചക്കറി തന്നെയല്ലേ, പക്ഷെ അത് നമ്മൾ എന്താണ് വെക്കുന്നത്, അത് കറിയാണ് വെക്കുന്നത്. അതിൽ കുറെ ചീരയോ അല്ലെങ്കിൽ കുറെ മുരിങ്ങ കാര്യങ്ങൾ ഇടുന്നുണ്ട്. ഇത് തിളപ്പിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ആകെ ഒരു ഒരു ഇലയോ രണ്ട് ഇലയോ അങ്ങനെ ഇടുള്ളൂ. മുരിങ്ങേന്റെ വെച്ചെങ്കിൽ ഒരു ഇത് മാത്രമേ ഇടുള്ളൂ, ഒരു ഇല എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തണ്ട് എന്ന് പറയാം. പേരേന്റെ ആച്ചെങ്കിൽ രണ്ട് മൂന്ന് ഇല മാത്രമേ നമ്മൾ ഇടുള്ളൂ. ഏകദേശം 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാവൂ. ഇതേപോലെ മല്ലി മല്ലി നമുക്ക് ഇട്ടിടും, മല്ലീന്റെ ഉണ്ടകൾ വെച്ചിട്ട് തിളപ്പിക്കാം. അത് ലിവറിനും നല്ലതാണ്, ഒക്കെ നല്ലതാണ്. ഇതൊന്നും സൂപ്പ് ഉണ്ടാക്കലല്ല, അതിന് ആൽക്കലിനിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, നാച്ചുറലി. കെമിക്കൽ കഴിക്കാനുള്ള ആർക്കും പ്രശ്നമില്ല. ഇവിടെയാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്. കെമിക്കൽ കഴിക്കുന്ന ആർക്കും പ്രശ്നമില്ല. കെമിക്കലുള്ള പേസ്റ്റുമേ ഒക്കെയുമേ എഴുതിയിട്ടുണ്ട് ഇത് വിഷമാണ്, അതൊന്നും ആർക്കും പ്രശ്നമില്ല. കെമിക്കലുള്ള പല ആഹാരങ്ങളും നമ്മൾ കഴിക്കാം, ഓർക്കും പ്രശ്നമില്ല. ഈ കടകളിൽ കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കാൻ ആർക്കും പ്രശ്നമില്ല. പാല്, നാച്ചുറൽ പാല് 8 മണിക്കൂർ ഇരിക്കുള്ളൂ, അതിന്റെ അപ്പുറത്ത് ഇരിക്കില്ല. ഞാനത് പ്രത്യേകിച്ച് മീറ്റിങ്ങുകളിൽ പശു ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിക്കും. പക്ഷെ എന്ത് കിട്ടണ പാല് എത്ര ശുദ്ധീകരിച്ച് എത്ര ക്വാളിറ്റി ആണെങ്കിലും അത്രയും ദിവസം മാസങ്ങൾ ഇരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ചേർത്താണ്ട് അത് അങ്ങനെ ഇരിക്കോ? അപ്പൊ അതൊക്കെ ദോഷമായി മാറണില്ലേ? ഈ പാക്കറ്റിൽ കിട്ടുന്ന ആഹാരം ഇതൊന്നും ആർക്കും പ്രശ്നമില്ല, ഇതാണ് പ്രശ്നം, ഈ ഇലയാണ് പ്രശ്നം. അപ്പൊ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയ്ക്കായിരുന്നു എൻ്റെ ഒരു ക്ലാസ്. നമ്മൾ കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ലൈഫിന് വേണ്ടിയിട്ടാണ്, ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഈ ഫുഡ് സപ്ലിമെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഫുഡാണ്. ആർക്കും കഴിക്കാൻ, ഏത് പ്രായം. ഇപ്പൊ കൊച്ചുകുട്ടിക്ക് പേരയ്ക്ക കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? കൊച്ചുകുട്ടിക്ക് ഇത് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല അല്ലെ? ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? ഇത് എന്നെ രോഗത്തിനുള്ള ചികിത്സയോ അങ്ങനെ ഒന്നും ആയിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ചീരയാണെങ്കിലും മുളങ്കി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒരു ഫുഡ് പ്രകാരം കഴിക്കാം. ഓവറാക്കാണ്ടിരുന്നാൽ മതി എന്ന് മാത്രം. അപ്പൊ ആ നോർമലായിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നേരത്തെ കാണിച്ച എന്തായിരുന്നു, നെഫ്രോ ഷീൽഡ്. അപ്പൊ ഈ നെഫ്രോ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇതാണ്, ഇതിൽ ഈ സകല സാധനങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കാം? ഞാൻ നോർമലി ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ച് മടങ്ങുന്ന ദിവസം ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു 5-10 മില്ലി ഞാൻ രാത്രി ഒന്ന് കഴിക്കും. പറ്റെങ്കിൽ അടുത്ത ദിവസം രാത്രി ഒന്ന് കഴിക്കും, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഇതേ പ്രകാരം തന്നെ പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പാഡൊക്കെ ഉപയോഗിച്ച കാരണം കൊണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ പീരിയഡ്സ് കഴിഞ്ഞതിന്റെ 2-3 ദിവസം ഉപയോഗിക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്യാം. ഇനി കിഡ്നിയിൽ കല്ലുണ്ട്, അത് 4 മില്ലിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. വലുപ്പം ഉണ്ടെങ്കിൽ 100% നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണണം, അതിൻ്റെതായ മെഡിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ 4 മില്ലിമീറ്ററിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. കിഡ്നി സ്റ്റോണിന്റെ പ്രവണത വീണ്ടും റിപ്പീറ്റ് ആവും, അപ്പൊ അവർക്കൊക്കെ ഇത് നല്ലതാണ്. ഇതേപോലെ ഹെയർ ഡൈ അടിക്കുന്നവർ,
തലയിൽ ഹെയർ ഡൈ അടിക്കുന്നത് ദോഷം തന്നെയാണ്, ഒരിക്കലും ഞാൻ അത് ന്യായീകരിക്കില്ല. അപ്പൊ നാച്ചുറൽ ഹെയർ ഡൈ ഞാൻ തപ്പനുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞതൊക്കെ പരീക്ഷ നോക്കി, ഒന്നും ഫുൾ ബ്ലാക്കിലേക്ക് പോണില്ല. പിന്നെ അതിന് ലൈഫും കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം കൂടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് ഓരോ ആഗ്രഹമുണ്ട്. അപ്പൊ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്കും ആ ഹെയർ ഡൈ പറ്റിയതിന്റെ ആ രാത്രിയും വൈകിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അലർജി ഉണ്ടാവുന്ന ആൾക്കാർക്കും ഇത് ഒന്ന് അലർജീന്റെ മെഡിസിൻ കഴിക്കുന്നതിന് പിന്നെയും ഇത് യൂസ് ചെയ്യാം. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ശുദ്ധീകരിക്കുന്ന രണ്ട് ഓർഗൻസ് ഉള്ളു. ഒന്ന് കിഡ്നി, ഒന്ന് ലിവർ. ലിവറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലിവർ 80-90% നശിച്ചു പോയാൽ അവൻ തിരിച്ചു വളരാനുള്ള പവർ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ അതാണ് അവന്റെ പ്രത്യേകത. കിഡ്നി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഈ രണ്ടെണ്ണം അടിച്ചു പോകുന്നവരെ നമ്മൾ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തോരം നമ്മൾ കെമിക്കലുകൾ അടിച്ചു കയറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഒന്ന് ചിന്തിക്കുക. പിന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അടുത്തൊരു വിഷയമാണ് കേട്ടോ. ഉറങ്ങുന്ന സമയം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊരു മെഡിക്കേഷനോ ഇതൊരു ഓൾട്ടർനേറ്റീവ് തെറപ്പിയോ ഒന്നുമല്ല. അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ തെറ്റാണ്. ഇതൊരു സപ്ലിമെന്റ് മാത്രമാണ്. ക്യാൻ ബി യൂസ്. ഇത് ഇന്ന രോഗമുള്ളവർ തന്നെ ഉപയോഗിക്കണം എന്നില്ല, ആർക്കും യൂസ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ മാസത്തിൽ 2-3 തവണ ഞാൻ ഇത് യൂസ് ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് ടെൻഷനൊക്കെ കൂടുതൽ വന്ന് BP കയറാണെന്ന് എനിക്ക് തോന്നുക. BP കയറുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ആയിട്ട് തലവേദന അങ്ങനെയുള്ള. അപ്പൊ എന്താ ചെയ്യും, 2 ദിവസത്തേക്ക് ഇത് കഴിയും. അത്രയ്ക്കേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്, ഞാൻ കഴിച്ചിരിക്കുന്ന ഹോട്ടൽ ആഹാരം കാരണം കൊണ്ട് എവിടെയോ ബുദ്ധിമുട്ടുകളുണ്ട്, അതിനൊന്ന് ഒഴിച്ചു മാറ്റിയെന്ന് മാത്രം, നത്തിങ് എൽസ്. പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം വരില്ല, പിന്നെ അടുത്ത തവണ മാത്രം. അപ്പൊ ഇതൊരു മെഡിക്കേഷനോ തെറപ്പിയോ ഒന്നുമല്ല. ഇത് വെറും ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ആർക്കും ഏത് നേരത്തും ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്. അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത ഇതുകൾ കിട്ടും. ഇതേ പ്രകാരം തന്നെ ഇംഗ്ലീഷും ഹിന്ദിയിൽ ഞാൻ ഇറക്കുന്നതാണ്. അപ്പൊ ദയവ് ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.